അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഗൾഫ് എന്നറിയപ്പെടുന്ന കേരളം ഇന്ത്യയിൽ ഏറ്റവും അധികം തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന സംസ്ഥാനമാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. 30 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ജോലി നൽകുന്ന നാടായ കേരളം തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ രാജ്യത്ത് ഒന്നാമതാണെന്നാണ് റിപ്പോർട്ട്. കേരളം വളർച്ചയിൽ ഒന്നാമതാണെന്ന് വമ്പു പറയുന്നതിനിടയിൽ 29 വയസ്സിൽ താഴെയുള്ള യുവാക്കളിൽ 28.7% യുവാക്കളും തൊഴിലില്ലാത്തവരാണെന്നാണ് റിപ്പോർട്ട്. തൊഴിലില്ലാത്തവരുടെ ദേശീയ ശരാശരി 10%ആണെന്നിരിക്കെയാണ് കേരളം 3 തൊഴിൽ രഹിതരുമായി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഏകദേശം 1/3 തൊഴിൽ രഹിതരാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ വകുപ്പ് നടത്തിയ തൊഴിൽ പഠന റിപ്പോർട്ടാണ് ഈ കണ്ടെത്തൽ റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര സർക്കാർ കേരളത്തിന് അർഹമായ വായ്പ എടുക്കുന്നതിന് തടസ്സം നിൽക്കുന്നു എന്ന ആരോപണങ്ങൾക്കിടെയാണ് തൊഴിൽ രഹിതരുടെ എണ്ണം കൂടുതലാണെന്ന കൗതുകകരമായ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിന്റെ ജീവിത വികസന സൂചികകൾ വികസിത രാജ്യങ്ങളുടേതിന് തുല്യമാണെന്ന് മേനി നടിക്കുന്നതിനിടെയാണ് 2017-18 മുതലുള്ള പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് കേന്ദ്രം പുറത്തുവിട്ടിരിക്കുന്നത്. ജനസംഖ്യയും തൊഴിലെടുക്കുന്നവരും തമ്മിലുള്ള അനുപാതത്തിന്റെ കാര്യത്തിലും കേരളം വളരെ പിന്നിലാണ്. 2022-23 രാജ്യത്തെ 28 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 23-ാം സ്ഥാനം. ആകെ ജനങ്ങളിൽ എത്ര പേർക്ക് തൊഴിലുണ്ട് എന്നതിന്റെ കണക്കാണിത്. ഇതനുസരിച്ച് നോക്കുമ്പോൾ 2 പേരിൽ ഒരാൾ തൊഴിൽ രഹിതനാണ്. കേരളത്തിലെ യുവാക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഈ പ്രശ്നത്തിന് കാരണമാകാമെന്ന് തൊഴിൽ രംഗത്തെ വിദഗ്ധർ കരുതുന്നു. ഏത് മേഖലയിലും കഠിന ജോലികൾ ചെയ്യുന്നത് മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. മലയാളി യുവാക്കൾ സ്കിൽഡ് ജോലി ചെയ്യുന്നത് കാണാറില്ല. സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നതും ഈ പ്രതിഭാസത്തിന് കാരണമാകുന്നുണ്ടാകാം. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാസമ്പന്നർ വിദേശ ജോലിയെ ആശ്രയിക്കുന്നത് മറ്റൊരു കാരണമാകാം. എന്നാൽ ഈ കണക്കുകളൊന്നും തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞിരിക്കുന്നതിനുള്ള ന്യായീകരണമാവില്ലെന്ന് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ ഹോണററി ഫെലോ ഡോക്ടർ KP കണ്ണൻ പറഞ്ഞു. ഡോക്ടർ കണ്ണൻ കേരളത്തിലെ തൊഴിലില്ലായ്മയെക്കുറിച്ച് നേരത്തെ പഠനം നടത്തിയിട്ടുള്ള ആളാണ്. അധികാരികൾ സർവേ റിപ്പോർട്ടിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരിക്കുകയാണ് ബന്ധപ്പെട്ടവർ.